പ്രൈം ടൈം ന്യൂസിലേക്ക് പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. വന്യജീവി ആക്രമണത്തിൽ 2 മരണം കൂടി. ഇത് പുള്ളിക്കൂടെ വന്നുകൊണ്ട് അനക്കം കേൾക്കാൻ പറ്റിയില്ല. കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ കർഷകന് ദാരുണാന്ത്യം. കക്കയം പാലാട്ടിൽ അബ്രഹാമാണ് മരിച്ചത്. കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെ പാഞ്ഞെത്തിയ കാട്ടുപോത്ത് അബ്രഹാമിന്റെ നെഞ്ചിൽ കുത്തുകയായിരുന്നു. മൃതദേഹവുമായി കോൺഗ്രസ് പ്രവർത്തകർ കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിൽ പ്രതിഷേധിച്ചു. കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കാൻ CCF ഉത്തരവിട്ടു. ഇന്ന് വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം. കൃഷിയിടത്തിൽ ജോലി ചെയ്യുകയായിരുന്ന അബ്രഹാമിനെ കാട്ടുപോത്ത് കുത്തിവീഴ്ത്തി. നിലവിളി കേട്ടെത്തിയ നാട്ടുകാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിനിടെ മരണം. ഇന്നലെ ഒരു ദിവസം മുഴുവൻ എന്ന് പറഞ്ഞ പോലെ കാട്ടുപോത്തിന്റെ ഭീഷണി പഞ്ചായത്തിൽ കൂടെ ഉണ്ടായിരിക്കുകയാണ്. ഇന്നിപ്പോൾ സംഭവിച്ചത് 3 മണിയോടുകൂടിയാണ് നമ്മുടെ പാലാട്ടിൽ അവറാച്ചൻ അദ്ദേഹത്തിന്റെ കൃഷിസ്ഥലത്തേക്ക് പോയത്. അവിടെ വെച്ചാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. കോൺഗ്രസ് പ്രവർത്തകർ ആംബുലൻസ് തടഞ്ഞ് പ്രതിഷേധിച്ചു. നാട്ടുകാരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും കക്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ ഉപരോധിച്ചു. കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ LDFും UDFും നാളെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ആളക്കൊല്ലി കാട്ടുപോത്തിനെ മയക്കുവെടി വെക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിട്ടു. അബ്രഹാമിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നാളെ കൈമാറും. വന്യജീവി ആക്രമണം നേരിടാൻ കൂടുതൽ നടപടികൾ സ്വീകരിക്കുമെന്ന് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. 24 കോഴിക്കോട്. കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ മരിച്ച അബ്രഹാമിന്റെ ശരീരത്തിൽ ആഴമേറിയ നിരവധി മുറിവുകൾ ഉണ്ടായിരുന്നുവെന്ന് സമീപവാസി അമ്മിണി 24നോട്. അബ്രഹാമിന്റെ നിലവിളി കേട്ടാണ് പറമ്പിലേക്ക് കയറി നോക്കിയത്. കക്കയത്ത് കാട്ടുപോത്ത് ശല്യം രൂക്ഷമാണെന്നും അമ്മിണി 24നോട് പറഞ്ഞു. അബ്രഹാം കാട്ടുപോത്ത് ആക്രമണത്തിനിരയായത് ആദ്യം അറിഞ്ഞത് സമീപവാസിയായ അമ്മിണിയാണ്. കാട്ടുപോത്ത് ആക്രമണത്തിലാണ് കർഷകനായ എബ്രഹാം കൊല്ലപ്പെട്ടത്. അത് ആദ്യം കണ്ടത് സമീപവാസിയായിട്ടുള്ള അമ്മിണിയാണ്. അമ്മിണി നമുക്കിപ്പം ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ് കണ്ടത്? കണ്ടതെന്ന് വെച്ചാൽ ഞാനവിടെ മാഞ്ചോട് തെളിച്ചോണ്ടിരിക്കുമായിരുന്നു. അന്നേരം ഒരു കാർച്ച കേട്ടു. പേടിച്ച് കാർന്ന പോലെ ഒരു കാർച്ച. ഒന്നല്ല കാറ്, 2-3 കാർച്ച അടുപ്പിച്ച് കാർച്ചയും കേട്ട് ഇങ്ങനെ പോത്ത് ഓടുന്നതും കണ്ടു. ഒച്ചയാണ് കേട്ടെ. ഈ കരികലക്കകത്തോടെ ഇരച്ച് ഓടുന്ന ഒച്ച കേട്ടു. ഒച്ച കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി പോത്താണല്ലോ എന്ന് ഓർത്തോണ്ട് ഞാൻ ഓടി ഇങ്ങോട്ട് വന്നു, ഇവിടെ വന്നു. പിന്നെ ഇവിടെ ഒരു ജോൺസൺ എന്ന് പറഞ്ഞ ഒരാൾ നമ്മുടെ തൊട്ടപ്പുറത്താണ്. അയാളെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അവറാൻ്റെ കാർച്ച കേട്ട് പോത്ത് ഓടുന്ന ഒച്ച ഞാൻ കേട്ടെന്ന് പറഞ്ഞു. അന്നേരത്തേനും പിന്നെ ആ ഒരു കക്കയത്തോട്ടൊക്കെ വിളിച്ചു പറഞ്ഞു. ഡാർലിയെ വിളിച്ചു മെമ്പറിനെ, പിന്നെ ഫോറസ്റ്റുകാരെയൊക്കെ വിളിച്ചു വരുത്തി. ആദ്യം ജോൺസണും ഈ മരിച്ചയാളുടെ ചേട്ടൻ്റെ മാനും കൂടെ കയറിപ്പോയി ചെന്നപ്പോഴും അവിടെ എങ്ങാണ്ട് കിടക്കുമായിരുന്നു തോന്നുന്നു. പിന്നെ ഇവരെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേനും ഫോറസ്റ്റുകാരൊക്കെ ഇടവഴിക്കുന്ന കണ്ടു. അങ്ങനെ കൊണ്ടുപോയത് ഇതിലീ മുറ്റത്തോടെ കൊണ്ടുപോയത്. വലിയ മുറിവൊക്കെ വലിയ മുറിവ്. അവിടെ ഒരള്ള ഇവിടെ ഈ ആരാമാരിയുടെ അവിടെ വലിയ അള്ളു പോലത്തെ മുറിവായിരുന്നു. ഒഴിച്ച് കയ്യേക്കൂടെ ചോര ഉറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ തോളയിലിട്ടുണ്ടാ വന്നേ. അയാൾ മെലിഞ്ഞ മനുഷ്യനാ. അവിടെ ഈ തോളയിലിട്ട് പിള്ളേരെ തോളയിലിടുന്ന പോലെ ഇട്ടുകൊണ്ട് ഇതിലേ വന്നേ. അവരുടെ ഫോറസ്റ്റുകാരുടെ ജീപ്പത്ത് കയറ്റി കൊണ്ടുപോയി. ഭാഗത്തൊക്കെ എപ്പോഴും കാട്ടുപോത്തിന് ശല്യം ഉണ്ടോ? പോത്ത് ഇവിടെ ഉള്ളതാ. ഒരു 5-6 മാസമായിട്ട് ഇപ്പോൾ ഇതിലൊക്കെ ഉണ്ട് പോത്ത്. ഈ നമ്മുടെ ഈ പെരമിറ്റത്ത് വരെ പോത്ത് വന്നതാ. ഇനിയിപ്പോൾ അങ്ങോട്ട് പോകാനൊക്കെ പേടിയായിരിക്കും. അയാൾ രാവിലെ കയറിപ്പോൾ ഇവിടുന്ന് ഇതിലേ പോയപ്പോൾ വർത്താനൊക്കെ പറഞ്ഞ് കയറി പോയതാ. അയാളവിടെ ഉണ്ടല്ലോ എന്ന് ഓർത്താൽ ഞാനും കയറിപ്പോയേ പറമ്പിൽ. കശുവണ്ടിയൊക്കെ വിളവെടുക്കുന്ന സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ മേഖലയിലൊക്കെ കർഷകർ എത്തുകയും അവിടെ തോട്ടങ്ങളിലൊക്കെ സജീവമാകുന്ന ഒരു സമയം കൂടിയാണ്. ഈ ഒരു സമയത്താണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ വലിയൊരു ഭീതിയാണ്. ആ ഭീതി അത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞതിൻ്റെ ഒരു വിവരണമാണ് നമുക്കിപ്പം അമ്മിണി ചേച്ചി നടത്തിയിരിക്കുന്നത്. കോഴിക്കോട് നിന്ന് ജ്യോതിഷിനൊപ്പം സമീർ സി മുഹമ്മദ്, 24. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. പാലക്കാട് ചെർപ്പുളശ്ശേരി ചളവറയിൽ മകൻ അച്ഛനെ മഴുകൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തി. ചിറയിൽ കോളനിയിൽ കറുപ്പനാണ് മരിച്ചത്. തർക്കത്തെ തുടർന്നാണ് മകൻ സുഭാഷ് കറുപ്പനെ ആക്രമിച്ചത്. നിഖിൽ പ്രമേശ് ചേരുന്ന വിവരങ്ങളുമായി. നിഖിൽ, എപ്പോഴാണ് ഈ സംഭവം? എന്താണ് ഈ തർക്കത്തിന് കാരണം?
ഗോകുൽ, ഈ മകൻ സുഭാഷ് കടുത്ത മദ്യലഹരിയിലായിരുന്നു ഇന്നുണ്ടായിരുന്നത്. വൈകുന്നേരം വീട്ടിലെത്തിയത് മുതൽ വലിയ തർക്കങ്ങൾ അച്ഛനും മകനും തമ്മിൽ നടന്നിരുന്നു. ഇന്ന് 9:30 ഈ കൊലപാതകം നടക്കുന്നത്. മഴുകൊണ്ട് അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു മകൻ സുഭാഷ്. 73 വയസ്സുള്ള കറുപ്പനാണ് മരിച്ചത്. ചളവറ ചിറയിൽ കോളനിയിലാണ് ഇവർ താമസിക്കുന്നത്. സുഭാഷ് ഈ കൃത്യം നടത്തിയതിന് പിന്നാലെ വീട്ടിൽ നിന്ന് പോയി. പിന്നീട് സുഭാഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ തുടർ നടപടികൾ പോലീസ് സ്വീകരിച്ചു പോരുകയുമാണ്. ഗോകുൽ. ശരി, പാലക്കാട് ചെർപ്പുളശ്ശേരിയിലാണ് മകൻ അച്ഛനെ വെട്ടി കൊലപ്പെടുത്തിയത്. കറുപ്പനാണ്, ചിറയിൽ കോളനിയിലെ കറുപ്പനാണ് മരിച്ചത്. മദ്യലഹരിയിലാണ് മകന്റെ ആക്രമണമെന്നാണ് വിവരം. തൃശൂർ അതിരപ്പള്ളിയിൽ സ്ത്രീയെ കാട്ടാന ചവിട്ടിക്കൊന്നു. വാച്ചുമര കോളനിയിലെ ഊരുമൂപ്പൻ രാജന്റെ ഭാര്യ 62 വയസ്സുകാരി വത്സയാണ് മരിച്ചത്. കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് പ്രവർത്തകർ മൃതദേഹം സൂക്ഷിച്ച് ചാലക്കുടി താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. തുടർന്ന് കുടുംബത്തിന് അടിയന്തര ധനസഹായം ഉൾപ്പെടെ നൽകാമെന്ന ഉറപ്പിന്മേലാണ് സമരം അവസാനിപ്പിച്ചത്. മരോട്ടിക്ക് ശേഖരിക്കാൻ പോയതാണ് വത്സയും ഭർത്താവ് രാജനും. ഇതിനിടെ എത്തിയ ഒറ്റയാൻ തുമ്പിക്കൈകൊണ്ട് വത്സയെ അടിച്ചു വീഴ്ത്തി. ഗുരുതരമായി പരിക്കേറ്റ വത്സയെ ഒപ്പമുണ്ടായിരുന്നവർ കാടിനു പുറത്തെത്തിച്ചു. പിന്നീട് ജീപ്പിൽ വാഴച്ചാലിലേക്ക് എത്തിക്കുമ്പോഴേക്കും മരിച്ചു. വാഴച്ചാലിൽ നിന്ന് ആംബുലൻസിലാണ് മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. മൃതദേഹം മോർച്ചറിയിലേക്ക് മാറ്റാനുള്ള പോലീസിന്റെ ശ്രമം MLA സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. ആശുപത്രിയിൽ ഏറെ നേരം സംഘർഷാവസ്ഥ. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആശുപത്രിയിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു. വന്യജീവി ആക്രമണം തടയുന്നതിൽ സംസ്ഥാന സർക്കാരിന് കടുത്ത നിസ്സംഗതയെന്ന വിമർശനം. വയനാടും ഇടുക്കിയിലും ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലും കോഴിക്കോടും എല്ലാ സ്ഥലത്തും വനാതിർത്തികൾ മുഴുവൻ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വ്യാപകമായ കൃഷിനാശമാണ്. എല്ലാ കൃഷിയും നശിച്ചു. പട്ടിണിയും പരിവട്ടമാണ്. ഇപ്പോൾ ഭീതിയാണ്. ഇരിങ്ങാലക്കുട RDO ഷിജു, വാഴച്ചാൽ DFO ലക്ഷ്മി എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ചാലക്കുടി MP ബെന്നി ബഹനാൻ, MLA സനീഷ് കുമാർ ജോസഫ് തുടങ്ങിയവരുമായി ചർച്ച നടത്തി. വത്സയുടെ കുടുംബത്തിന് 5 ലക്ഷം രൂപ അടിയന്തര ധനസഹായം നാളെ കൈമാറും. മകൾക്ക് സർക്കാർ ജോലി നൽകുന്ന കാര്യം പരിഗണിക്കാമെന്നും ഉറപ്പു നൽകിയതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. 24 തൃശൂർ. ഇക്കൊല്ലം ഇതിനോടകം സംസ്ഥാനത്ത് ആനക്കലിയിൽ 8 പേർക്കാണ് ജീവൻ നഷ്ടമായത്. മറ്റ് വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായവരുടെ കണക്ക് കൂടി ചേർത്താൽ പട്ടിക പിന്നെയും വലുതാകും. വയനാട്ടിലും ഇടുക്കിയിലുമൊക്കെ നിരന്തരമുണ്ടാകുന്ന മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ തടയാൻ ഫലപ്രദമായ ഇടപെടൽ ഉണ്ടാകുന്നില്ലെന്നാണ് ആക്ഷേപം. ജനുവരി 8-ന് ഇടുക്കി ചിന്നക്കനാലിലെ തോട്ടം തൊഴിലാളിയായ പരിമള കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ജനുവരി 23-ന് മൂന്നാറിലെ തെന്മല ലോവർ ഡിവിഷനിൽ ബന്ധുവിന്റെ മകളുടെ വിവാഹത്തിനെത്തിയ K. പോൾ രാജിനെ കാട്ടാന ചവിട്ടിക്കൊന്നു. ജനുവരി 26-ന് ചിന്നക്കനാലിലെ ചക്കക്കൊമ്പൻ കർഷകനായ സൗന്ദർരാജന്റെ ജീവനെടുത്തു. ഫെബ്രുവരി 10-ന് ബേലൂർ മഖന മാനന്തവാടിയിലെ അജീഷിനെ കൊലപ്പെടുത്തി. ഫെബ്രുവരി 16-ന് വയനാട് കുർവ ഇക്കോ ടൂറിസം കേന്ദ്രത്തിലെ ജീവനക്കാരൻ പോൾ. ഫെബ്രുവരി 25-ന് മൂന്നാറിലെ ഓട്ടോ ഡ്രൈവർ സുരേഷ് കുമാർ. ഇന്നലെ നേര്യമംഗലത്ത് ഇന്ദിര എന്ന 71 വയസ്സുകാരിക്കും കാട്ടാനയാക്രമണത്തിൽ ജീവൻ നഷ്ടമായി. ഇന്ന് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തൃശൂർ പെരിങ്ങൽകുത്തിലെ വത്സല. വാകേരി കൂടല്ലൂർ മറോട്ടിത്തറപ്പിൽ പ്രജീഷിനെ ഡിസംബർ 9-ന് കടുവ ഭക്ഷിച്ചത് പകൽ നേരത്താണ്. ആനയും കടുവയും കാട്ടുപോത്തും കരടിയുമെല്ലാം മനുഷ്യരോട് നിരന്തരം കലഹിക്കുന്ന ഭൂമികയായി മലയോര മേഖലയിലെ ജനവാസ മേഖലകൾ മാറി. ഓരോ വർഷവും സംസ്ഥാനത്ത് വന്യജീവികളെ പ്രതിരോധിക്കുന്നതിന് കോടികൾ ചെലവഴിക്കുന്നുണ്ടെങ്കിലും ഫലപ്രദമാകുന്നില്ലെന്നാണ് വന്യജീവി ആക്രമണങ്ങളുടെ എണ്ണത്തിലെ വർധന കാണിക്കുന്നത്. 2 വർഷം മുമ്പ് വനം വകുപ്പ് നിയോഗിച്ച സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം സംസ്ഥാന സർക്കാർ 620 കോടി രൂപ ചെലവ് വരുന്ന പദ്ധതി സമർപ്പിച്ചെങ്കിലും കേന്ദ്രം നിരസിച്ചു. 2022 മുതൽ 23 വരെ 1472 കിലോമീറ്റർ ദൂരം കേരളത്തിൽ പ്രതിരോധ ബാരിക്കേഡുകളും കിടങ്ങുകളും സ്ഥാപിച്ചതായാണ് കണക്ക്. ഇതിനു പുറമെ നബാർഡ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 62 കോടിയുടെ 801.24 കിലോമീറ്ററോളം ഫെൻസിംഗ് സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും കാര്യമില്ലെന്ന് ഓരോ മരണങ്ങളും സൂചിപ്പിക്കുന്നു. 24 തിരുവനന്തപുരം. വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിൽ കോതമംഗലത്ത് കോൺഗ്രസ് നേതാക്കൾ നടത്തിവന്നിരുന്ന ഉപവാസ സമരം അവസാനിപ്പിച്ചു. ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഭൂരിഭാഗവും സർക്കാർ അംഗീകരിച്ചതോടെയാണ് തീരുമാനം. കോതമംഗലത്തെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മാത്യു കൊഴുനാടൻ MLAയുടെയും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെയും ഇടക്കാല ജാമ്യം തുടരും.
നേര്യമംഗലത്ത് വീട്ടമ്മയെ കാട്ടാന ചവിട്ടിക്കൊന്ന സംഭവത്തിലാണ് MLA-മാരായ മാത്യു കുഴൽനാടനും എൽദോസ് കുന്നപ്പള്ളിയും കോതമംഗലത്ത് അനിശ്ചിതകാല ഉപവാസ സമരം ആരംഭിച്ചത്. വന്യജീവി ആക്രമണങ്ങൾ തടയാൻ കോൺഗ്രസ് മുന്നോട്ടുവച്ച 4 ആവശ്യങ്ങളിൽ 3 സർക്കാർ അംഗീകരിച്ചതോടെ സമരം അവസാനിപ്പിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ അറിയിച്ചു. സമരത്തിനിടെ DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ് ഉൾപ്പെടെയുള്ള നേതാക്കളെ അറസ്റ്റ് ചെയ്തതിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് പ്രതിപക്ഷ നേതാവ് പ്രതികരിച്ചത്. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട കേസിൽ മാത്യു കുഴൽനാടന്റെയും മുഹമ്മദ് ഷിയാസിന്റെയും ഇടക്കാല ജാമ്യം തുടരും. ജാമ്യാപേക്ഷയിലെ വാദം കോടതി നാളത്തേക്ക് മാറ്റി. പോലീസ് വാഹനം ആക്രമിച്ച കേസിൽ 2 കോൺഗ്രസ് പ്രവർത്തകരെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. വന്യജീവി ആക്രമണത്തിൽ സർക്കാരിനെതിരെ കോതമംഗലം രൂപതയും രംഗത്തെത്തി. 24 കൊച്ചി. നേര്യമംഗലം കാഞ്ഞിരവേലിയിൽ കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദ്രയുടെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ വീട്ടുവളപ്പിൽ നടന്ന സംസ്കാര ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു. ഇന്ദ്രയുടെ മൃതദേഹത്തോട് കോൺഗ്രസ് പ്രവർത്തകർ അനാദരവ് കാട്ടിയെന്ന് സഹോദരൻ സുരേഷ് ആരോപിച്ചു. എന്നാൽ പ്രതിഷേധത്തിനെതിരെ പരാതിയില്ലെന്ന് ഇന്ദ്രയുടെ ഭർത്താവ് രാമകൃഷ്ണൻ പ്രതികരിച്ചു. കാഞ്ഞിരവേലിയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് കാട്ടാനാക്രമണത്തിൽ ഒരു മരണം സംഭവിക്കുന്നത്. ആ ഞെട്ടലിലാണ് ഒരു നാടൊന്നാകെ ഇന്ദിരയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത്. 10 മണിയോടെ മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയെന്ന ആരോപണവുമായി ഇന്ദിരയുടെ സഹോദരൻ രംഗത്തെത്തി. മൃതദേഹത്തോട് അനാദരവ് കാണിച്ച ഈ ഗുണ്ടായി പാർട്ടിയെ കാണിച്ച പോലീസുകാർ അങ്ങനെ കാണിച്ചു എന്ന് പറയാനില്ല. കാരണം അവർക്ക് അവരുടേതായ കാര്യങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ മൃതദേഹം അവിടെ വെയിലത്ത് കൊണ്ടുവന്ന് 5-6 മണിക്കൂർ വെച്ചു. അതിനോട് നമുക്ക് യോജിപ്പില്ലായിരുന്നു. UDF നടത്തിയ പ്രതിഷേധമാണ് സർക്കാർ നടപടി വേഗത്തിലാക്കിയതെന്നും പ്രതിഷേധത്തിനെതിരെ പരാതിയില്ലെന്നും ഭർത്താവ് രാമകൃഷ്ണൻ പറഞ്ഞു. ജനത്തിൻ്റെ ഉപകാരമാണത്. ജനത്തിൻ്റെ ഉപകാരം അവിടെ പ്രകടിപ്പിച്ചു. അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങൾ കിട്ടി. സർക്കാർ നേരിട്ട് വന്ന് ഇടപെട്ടു. എല്ലാ സഹായവും സർക്കാർ ഭാഗത്തുനിന്ന് നമുക്ക് കിട്ടി. ഇന്നലെയാണ് കൃഷിയിടത്തിലേക്ക് പോയ ഇന്ദിര കാട്ടാനയാക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. രാഷ്ട്രീയ നിലപാടുകൾക്കപ്പുറം വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 ഇടുക്കി. ഇടുക്കി നേര്യമംഗലത്ത് ജനവാസ മേഖലയ്ക്കടുത്ത് കാട്ടാനക്കൂട്ടം ഇറങ്ങി. നേര്യമംഗലത്ത് നിന്ന് കാഞ്ഞിരവേലിക്ക് പോകുന്ന വഴിയിലാണ് ആന ഇറങ്ങിയത്. ദൃശ്യങ്ങൾ 24 ലഭിച്ചു. ആനകളാണ് ജനവാസ മേഖലയിലൂടെ എത്തിയത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയോട് ചേർന്ന് 1 മണിക്കൂർ ആനക്കൂട്ടം തമ്പടിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളടക്കം ആനയുടെ മുൻപിൽപ്പെടാതെ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ്. എല്ലാ ദിവസവും വൈകിട്ട് നമ്മുടെ ഈ ആന മൊത്തം നമ്മുടെ ഈ ലോക്കലുണ്ട്. ഇന്നിപ്പോൾ തന്നെ പറഞ്ഞാൽ നമ്മൾ 1-2 ആനെന്ന് വിചാരിക്കും. പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആനയല്ല അത്. ഒരാന 2 ആനെന്നും പറഞ്ഞ് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കാത്ത ആനകൾ പലതുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടല്ലോ, ഇവിടുന്ന് 100 മീറ്റർ ഉള്ളൂ. ആ പിള്ളേർക്ക് എക്സ്പീരിയൻസ് ഉണ്ട് ഉള്ള കാരണം അവർക്ക് ആ മണം കിട്ടി. അതേസമയം ഇവിടെ ടൂറിസ്റ്റ് 5-6 ടൂറിസ്റ്റ് വില്ലേജുള്ള സ്ഥലത്ത്, ഇഷ്ടം പോലെ റിസോർട്ടുള്ള സ്ഥലത്ത് ഒരു പുറത്തുനിന്ന് ഒരാൾ വന്ന് ഇതൊന്നും അറിയാൻ പാടില്ലാത്ത ഒരു മനുഷ്യൻ പോയി കഴിഞ്ഞാൽ ആ മനുഷ്യന്റെ വണ്ടി ഓൾറെഡി ആന ചവിട്ടിച്ച് കൊടുത്തു. കാട്ടാനക്കൂട്ടം സ്ഥിരമായി മേഖലയിൽ ഇറങ്ങാറുണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ആനയ്ക്ക് പിന്നാലെ RRT സംഘം സ്ഥലത്തെത്തി. ആനക്കൂട്ടം ജനവാസ മേഖലയിലേക്ക് ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം നിരീക്ഷിക്കുകയാണ്. 24 ഇടുക്കി. സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന ഉടൻ ആരംഭിക്കാൻ നീക്കം. GST കമ്മീഷണറുടെ നികുതി ഇളവ് ശുപാർശ സെക്രട്ടേറിയറ്റിലെ നികുതി വകുപ്പിലെത്തി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ശുപാർശ തള്ളിയ നികുതി വകുപ്പ് കമ്മീഷണർ അവധിയിൽ പ്രവേശിച്ചയുടനെയാണ് വീണ്ടും നീക്കം ഊർജിതമായത്. അഖിൽ ചാൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. അഖിൽ, അങ്ങനെ ഈ തവണത്തെ ബജറ്റിലുണ്ടായിരുന്ന നിർദ്ദേശമാണ് ഈ പഴങ്ങളിൽ നിന്നുള്ള വീര്യം കുറഞ്ഞ മദ്യം എന്നത്. അതിന്റെ വില നിശ്ചയിക്കുന്നതിലേക്ക് വേഗത്തിൽ കടക്കുകയാണോ സർക്കാർ? അങ്ങനെ തന്നെയാണ്. ഈ ബജറ്റിലെ പ്രഖ്യാപനം പോലെ തന്നെ വേഗം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് സർക്കാർ. ഈ വീര്യം കുറഞ്ഞ മദ്യവിൽപ്പന അത് ഉടൻ തന്നെ ആരംഭിക്കുമെന്നൊരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനമായും പുറത്തുവരുന്ന ഒരു വിവരം. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന GST കമ്മീഷണർ കേരള വിൽപ്പന നികുതി നിയമത്തിൽ നികുതി നിരക്കിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. ഈ ശുപാർശ ഈ സെക്രട്ടേറിയറ്റിലെ നികുതി വകുപ്പിൽ എത്തിയിട്ടുമുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഫയൽ രേഖകളാണ് നമുക്കിപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് ശുപാർശ ചെയ്തത് നേരത്തെ ഈ നികുതി വകുപ്പ് കമ്മീഷണർക്ക് വലിയ വിയോജിപ്പ് ഇക്കാര്യത്തിലുണ്ടായിരുന്നു. അദ്ദേഹം അവധിയിൽ പോയതിന് തൊട്ട് പിന്നാലെ തന്നെയാണ് ഈ അബ്രഹാം പറഞ്ഞ ARSന് അധിക ചുമതലയേൽക്കുകയും സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ നീക്കങ്ങളിലേക്ക് കടന്നിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും അതിവേഗം തന്നെ ഈ നടപടികളൊക്കെ പൂർത്തിയാക്കി ഈ മദ്യവിതരണം വിൽപ്പന തുടരാനുള്ള ഒരുക്കത്തിനുമാണ് സർക്കാർ. ശരി, കൈച്ചക്ക, കശുമാങ്ങ, വാഴപ്പഴം ഇവയൊക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള പഴങ്ങളിൽ നിന്നുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ ഉൽപ്പാദനത്തിനുള്ള നീക്കത്തിലേക്ക് ആ തീരുമാനം
ഉടനടി തന്നെ നടപ്പാക്കുവാനുള്ള നടപടികളിലേക്ക് സർക്കാർ കടക്കുകയാണ്. അഖിൽ ഷാൻ സാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്. വൈകിയെങ്കിലും നടപടി. പൂക്കോട് വെറ്ററിനറി സർവകലാശാല ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തു. റാഗിങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥൻ മരിച്ച സംഭവത്തിലാണ് നടപടി. അധികൃതർക്കെതിരെ കൊലക്കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് ആവശ്യപ്പെട്ടു. സസ്പെൻഷൻ നടപടി പ്രോ ചാൻസലറായ മന്ത്രി J. ചിഞ്ചുറാണി സ്വാഗതം ചെയ്തു. സർവകലാശാല ഹോസ്റ്റലുകളിലെ SFI അതിക്രമങ്ങളെക്കുറിച്ച് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. പൂക്കോട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥി J. സിദ്ധാർത്ഥന്റെ മരണത്തിലേക്ക് നയിച്ച സംഭവങ്ങളിലും തുടർ നടപടികളിലും ഡീൻ ഡോക്ടർ MK നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ R. കാന്തനാഥൻ എന്നിവർ കുറ്റകരമായ വീഴ്ച വരുത്തിയെന്നാണ് ആരോപണം. പുതിയ VC ആയി ഡോക്ടർ PC ശശീന്ദ്രൻ ചുമതലയേറ്റതിന് പിന്നാലെ വിശദീകരണം ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകി. സിദ്ധാർത്ഥന്റെ മരണം അറിഞ്ഞതിന് പിന്നാലെ ഇടപെട്ടിരുന്നുവെന്നും നിയമപ്രകാരം എല്ലാം ചെയ്തുവെന്നുമാണ് ഇരുവരും നൽകിയ മറുപടി. ഹോസ്റ്റലിലും ക്യാമ്പസിലും ഉണ്ടായ സംഭവങ്ങൾ എന്തുകൊണ്ട് അറിഞ്ഞില്ലെന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നില്ല. ഇതോടെയാണ് സസ്പെൻഷൻ. നടപടി വൈകിയെങ്കിലും സ്വാഗതം ചെയ്യുന്നുവെന്ന് സിദ്ധാർത്ഥന്റെ പിതാവ് ജയപ്രകാശ് പറഞ്ഞു. ഇരുവർക്കുമെതിരെ കൊലക്കുറ്റം ചുമത്തി സർവീസിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടു. മകന്റെ കൊലപാതകം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞ് ഞാൻ ഇത് കാര്യം പറയുക. ഡീനും അസിസ്റ്റന്റ് വാർഡനും ഇതിന് പങ്കുണ്ട്. അവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന്. പക്ഷെ അപ്പോഴൊന്നും ആരും ചെവിക്കൊണ്ടില്ല, അല്ലെങ്കിൽ ചെയ്തില്ല. ഡീനിന് അത് വ്യക്തമായ പങ്കുണ്ടല്ലോ. ഇതിപ്പോ സസ്പെൻഷനിലാക്കിയാൽ പോരാ, ഇവരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തുക, അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്തിട്ട് അവർ കൊലപാതക കുറ്റത്തിൽ അവര് വിചാരണ നേരിടണം. കൊലപാതക കുറ്റത്തിൽ തന്നെ വിചാരണ നേരിടണം. സർവകലാശാല ഹോസ്റ്റലുകൾ SFI അതിക്രമങ്ങളുടെയും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളുടെയും താവളമായി മാറുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. ഹൈക്കോടതി ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ ഇക്കാര്യങ്ങൾ പരിശോധിക്കണം. സിദ്ധാർത്ഥന്റെ മരണത്തിൽ മൗനം പാലിച്ചവരും പ്രതികളാണെന്ന ഗവർണർ. If some crime is happening before you and you do not report it to the authorities, that itself is a criminal act. This is not only the case of veterinary university. Every university, SFI has turned one hostel into a den of criminal activities. All kind of illegal, unlawful activities. ഡീനും അസിസ്റ്റന്റ് വാർഡനും ഉത്തരവാദിത്തം നിറവേറ്റിയില്ലെന്ന് മന്ത്രി J. ചിഞ്ചുറാണി. ഹോസ്റ്റലിന്റെ വാർഡൻ എന്ന നിലയ്ക്ക് ഡീന് അധികാരമുണ്ടായിരുന്നു. അതുപോലെ തന്നെ അസിസ്റ്റന്റ് വാർഡനും അവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും അവരുടെ ചുമതല അവിടെ നിർവഹിച്ചില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടെത്തിയെന്ന് പറഞ്ഞാൽ വെറ്റിനറി സർവകലാശാലയുടെ വൈസ് ചാൻസലറുടെ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് അതിന്റെ ബേസിൽ ഇവരെ സസ്പെൻഡ് ചെയ്യണം എന്ന തരത്തിലേക്കുള്ള ഒരു തീരുമാനം വാക്കാൽ തന്നെ പറഞ്ഞു. സിദ്ധാർത്ഥന്റെ മരണം കൊലപാതകമാണെന്നും CBI അന്വേഷണം വേണമെന്നും T. സിദ്ദീഖ് MLA ആവർത്തിച്ചു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനാണ് പോലീസ് നീക്കം. 24 വയനാട്. പൂക്കോട് വെറ്ററിനറി കോളേജ് ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും സർവകലാശാല വൈസ് ചാൻസലർ സസ്പെൻഡ് ചെയ്തു. റാഗിങ്ങിനെ തുടർന്ന് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥൻ മരിച്ചതുമായി ബന്ധപ്പെട്ടാണ് നടപടി. ഡീൻ ഡോക്ടർ MK നാരായണൻ, അസിസ്റ്റന്റ് വാർഡൻ ഡോക്ടർ R. കാന്തനാഥൻ എന്നിവരുടെ വിശദീകരണം തൃപ്തികരമല്ലെന്ന് വൈസ് ചാൻസലർ വിശദീകരിച്ചു. നടപടി പ്രോ ചാൻസലറായ മന്ത്രിയും അംഗീകരിച്ചു. ഈ റിപ്പോർട്ടാണ് ഇപ്പോൾ കണ്ടത്. കോടതിയും രാഷ്ട്രപതിയും തള്ളി. മിൽമ ഭരണം പിടിക്കാൻ ലക്ഷ്യമിട്ട് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന ക്ഷീരസംഘ സഹകരണ ബിൽ രാഷ്ട്രപതി തള്ളി. ബില്ലിന് അനുമതി ലഭിക്കാത്തത് സർക്കാരിന് തിരിച്ചടിയായി. എന്നാൽ കോടതിയിൽ നിന്ന് അനുകൂല വിധിയുണ്ടെന്നും സർക്കാരിന് തിരിച്ചടിയില്ലെന്നും ക്ഷീരവികസന വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി 24-നോട് പറഞ്ഞു. ക്ഷീരസംഘം അഡ്മിനിസ്ട്രേറ്റർക്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ അധികാരം നൽകുന്നതായിരുന്നു ബിൽ. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി പ്രതിനിധിക്കും വോട്ട് ചെയ്യാൻ ബിൽ അധികാരം നൽകിയിരുന്നു. ഇതിലൂടെ മിൽമയുടെ ഭരണം പിടിക്കാമെന്നായിരുന്നു സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഇതിനാണിപ്പോൾ തിരിച്ചടി നേരിട്ടിരിക്കുന്നത്. എന്നാൽ നിയമസഭ അംഗീകരിച്ച ബില്ലാണെന്നും മിൽമയുടെ പ്രവർത്തനം സുഗമമായി നടക്കുകയാണെന്നുമായിരുന്നു മന്ത്രി J. ചിഞ്ചുറാണിയുടെ പ്രതികരണം. നിയമസഭ പാസ്സാക്കുന്ന ബില്ലുകളെല്ലാം ഗവർണർ കാണണമെന്നുണ്ട്. അഡ്മിനിസ്ട്രേറ്റീവ് ഭരണമുള്ള സ്ഥാപനങ്ങളിലെ ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള പവർ ഇല്ല, അതുകൊണ്ട് അത് ചെയ്യാൻ പറ്റില്ല എന്ന തരത്തിലേക്കാണ് അദ്ദേഹം നിന്നത്. അവസാനം അത് രാഷ്ട്രപതിക്ക് കൊടുക്കേണ്ടുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണുവാൻ സാധിച്ചത്. അവിടെ നിന്നാണ് ഇപ്പോൾ പിന്തള്ളിയിരിക്കുന്നത്. നമ്മൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു, ഹൈക്കോടതി അതിനുള്ള അനുമതി തന്നു. ഇപ്പോൾ മിൽമയുടെ ഭരണം വളരെ സുഗമമായ നിലയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഗവർണർ ഒപ്പിടാതെ 7 ബില്ലുകളാണ് രാഷ്ട്രപതിക്ക് അയച്ചത്. ക്ഷീരസംഘം സഹകരണ ബിൽ കൂടി തള്ളിയതോടെ 7 ബില്ലുകളിൽ രാഷ്ട്രപതി തള്ളിയവയുടെ എണ്ണം 4ആയി. ഒരു ബില്ലിന് മാത്രമാണ് രാഷ്ട്രപതി ഇതുവരെ അംഗീകാരം നൽകിയത്. ലോകായുക്ത ബില്ലിലാണ് രാഷ്ട്രപതി ഒപ്പിട്ടത്. 24 തിരുവനന്തപുരം.
സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ സിസ തോമസിനെതിരായ അച്ചടക്ക നടപടിയിൽ സംസ്ഥാന സർക്കാരിന് തിരിച്ചടി. അച്ചടക്ക നടപടി റദ്ദാക്കിയ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് സർക്കാർ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ഗവർണർ സർക്കാർ പ്രശ്നത്തിന്റെ പേരിൽ വ്യക്തികളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് സുപ്രീം കോടതി പരാമർശിച്ചു. വിധിയിൽ സന്തോഷമുണ്ടെന്ന് സിസ തോമസ് പറഞ്ഞു. വിശദമായ വാദം പോലും കേൾക്കാതെയാണ് സർക്കാരിന്റെ ഹർജി സുപ്രീം കോടതി തള്ളിയത്. കേരള സാങ്കേതിക സർവകലാശാല മുൻ വൈസ് ചാൻസലർ സിസ തോമസിനെതിരായ നടപടിയിൽ ഹൈക്കോടതി കൃത്യമായ ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കി. സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള സർക്കാർ തീരുമാനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരുന്നു. ഇതാണ് സുപ്രീം കോടതി ശരിവച്ചത്. വിധി സ്വാഗതം ചെയ്യുന്നുവെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. I think this attitude that we will try to harm those who do not obey us in itself is problematic. Therefore, I welcome the decision, but I do not wish to say more than that. സിസ തോമസിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സർക്കാരിന് അധികാരമില്ലെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. ഗവർണറാണ് സിസ തോമസിനെ KTU-VC സ്ഥാനത്തേക്ക് നിയമിച്ചത്. നിയമനം ചട്ടവിരുദ്ധം എന്നായിരുന്നു സർക്കാർ നിലപാട്. സിസ തോമസ് വിരമിച്ച ശേഷം പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിച്ചിരുന്നില്ല. വിവരാവകാശ നിയമപ്രകാരം സമീപിച്ചപ്പോഴാണ് സർക്കാർ സുപ്രീം കോടതി സമീപിക്കുന്ന കാര്യം അറിഞ്ഞത്. സുപ്രീം കോടതി നിലപാടിൽ സിസ തോമസ് സന്തോഷമറിയിച്ചു. ന്യൂസ് ഡെസ്ക് 24. തട്ടിപ്പ് കേസിൽ കെ സുധാകരൻ പ്രതി. മോൻസൺ മാവുങ്കൽ പ്രതിയായ തട്ടിപ്പ് കേസിൽ KPCC അധ്യക്ഷൻ കെ സുധാകരനെ രണ്ടാം പ്രതിയാക്കി ക്രൈംബ്രാഞ്ച് കുറ്റപത്രം. കേസിലെ ആദ്യ കുറ്റപത്രമാണ് എറണാകുളം ACJM കോടതിയിൽ സമർപ്പിച്ചത്. വഞ്ചന, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങളാണ് സുധാകരനെതിരെ ചുമത്തിയിരിക്കുന്നത്. മോൻസൺ വ്യാജ ഡോക്ടറാണെന്നറിഞ്ഞിട്ടും മറച്ചുവെച്ചുവെന്നും തട്ടിപ്പിനു വേണ്ടി കെ സുധാകരൻ ഗൂഢാലോചന നടത്തിയെന്നും ക്രൈംബ്രാഞ്ച് DYSP YR റസ്തം സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. വഞ്ചന, ഗൂഢാലോചന തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കുറ്റപത്രം. 25 ലക്ഷം രൂപയുടെ തട്ടിപ്പ് കേസിൽ കെ സുധാകരൻ 10 ലക്ഷം കൈപ്പറ്റിയെന്ന് കുറ്റപത്രത്തിൽ പറയുന്നു. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 420, 406, 120B വകുപ്പുകൾ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചത്. അതേസമയം ജനകീയ വിഷയങ്ങളിലെ പ്രതിഷേധം മറയ്ക്കാനാണ് നേതാക്കൾക്കെതിരായ പോലീസ് നടപടിയെന്ന് കെ സുധാകരനും സർക്കാർ പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതികരിച്ചു. അപ്പോൾ അദ്ദേഹത്തെ പ്രതിയാക്കാണ്. ഞങ്ങൾ കോടതി കണ്ടോളാം, നിയമപരമായി നേരിട്ടോളാം. അദ്ദേഹത്തിന് അതൊരു പങ്കുമില്ലെന്ന് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ്. ഗൂഢാലോചന, അദ്ദേഹത്തെ പ്രതിയാക്കിയതിലാണ് ഗൂഢാലോചനയുള്ളത്. കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെയും പ്രതി ചേർക്കണമെന്നായിരുന്നു പരാതിക്കാരനായ MT ഷമീറിന്റെ ആവശ്യം. കെ സുധാകരനെ പ്രതി ചേർത്ത് സ്വാഗതം ചെയ്യുന്നു. എന്നാൽ പോലും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് അന്ന് അവിടെ വന്ന DGP അവിടെ വന്നിട്ടുണ്ട്, ADGP മനോജ് എബ്രഹാം വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ സ്റ്റേറ്റ് പോലീസ് ചീഫ് ഒപ്പിട്ടിട്ടുള്ള വ്യാജ രേഖകൾ ഉണ്ടായിരുന്നു. ഇതിനു പിന്നിലൊക്കെ ഇപ്പോഴും പോലീസിലെ ഉന്നതരായ ആളുകൾ ഉൾപ്പെട്ട കേസാണ്. പക്ഷെ അവരൊന്നും പ്രതി ചേർക്കാൻ തയ്യാറായിട്ടില്ല. ജൂണിൽ ക്രൈംബ്രാഞ്ച് കെ സുധാകരനെ ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തി ജാമ്യത്തിൽ വിട്ടിരുന്നു. കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെ തുടർന്നായിരുന്നു ക്രൈംബ്രാഞ്ച് നടപടി. 24 കൊച്ചി. കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കിന് വീണ്ടും ED നോട്ടീസ്. ഈ മാസം 12-ന് കൊച്ചിയിലെ ED ഓഫീസിൽ ഹാജരാകാൻ നിർദ്ദേശം. ED നീക്കത്തിനെതിരായ തന്റെ ഹർജിയിൽ ഹൈക്കോടതി മറ്റന്നാൾ തീരുമാനം അറിയിക്കുമെന്ന് തോമസ് ഐസക് പ്രതികരിച്ചു. കോടതി പറയും പോലെ ചെയ്യുമെന്നും തോമസ് ഐസക് പറഞ്ഞു. പത്തനംതിട്ടയിൽ എല്ലാ വിഭാഗങ്ങളുടെയും വോട്ട് വാങ്ങി താൻ ജയിക്കുമെന്ന് NDA സ്ഥാനാർത്ഥി അനിൽ K. ആന്റണി. PC ജോർജിന്റെ പൂർണ്ണ പിന്തുണ തനിക്കുണ്ടെന്നും അനിൽ K. ആന്റണി അവകാശപ്പെട്ടു. PC ജോർജിന്റെ വിമർശനങ്ങളോട് യോജിക്കുന്നില്ലെന്ന് BJP നേതാവ് അൽഫോൺസ് കണ്ണന്താനം പ്രതികരിച്ചു. PC ജോർജ് അപ്രസക്തനാണെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. അനിൽ K. ആന്റണിക്ക് ക്രൈസ്തവ സഭകളുടെ പിന്തുണ ലഭിക്കുമോ എന്ന കാര്യം സംശയമാണെന്നാണ് കഴിഞ്ഞ ദിവസം PC ജോർജ് പറഞ്ഞത്. ക്രൈസ്തവരുൾപ്പെടെ എല്ലാ വിഭാഗത്തിന്റെയും പിന്തുണയോടെ താൻ ജയിക്കുമെന്നാണ് അനിൽ K. ആന്റണിയുടെ ആത്മവിശ്വാസം. ഇവിടെ എല്ലാ ജനവിഭാഗങ്ങളുമായിട്ട് നമ്മൾ ഇൻ്ററാക്ട് ചെയ്യും. എല്ലാവരുടെയും എല്ലാ വിഭാഗങ്ങളുടെയും വോട്ടോടെയാണ് നമ്മുടെ ഓരോ സ്ഥാനാർത്ഥിയും ജയിക്കാൻ പോകുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഇവിടെ നമ്മൾ അക്കൗണ്ട് തുറക്കും. വെള്ളാപ്പള്ളി നടേശനും തുഷാർ വെള്ളാപ്പള്ളിയുമാണ് തനിക്ക് സീറ്റ് ലഭിക്കാതിരിക്കാൻ പ്രവർത്തിച്ചതെന്ന PC ജോർജിന്റെ വിമർശനത്തിന് രൂക്ഷമായ ഭാഷയിലാണ് വെള്ളാപ്പള്ളി നടേശൻ മറുപടി നൽകിയത്. ഓരോരുത്തർക്ക് അർഹതപ്പെട്ടിട്ടുണ്ട്, അർഹതപ്പെടാത്തതുണ്ട്. ചുമ്മാ ഇരുന്ന് തവള വീർക്കണ പോലെ ആരും വീർത്തിട്ട് കാര്യമില്ല.
വീർത്ത പയർ പൊട്ടണമല്ലാതെ ഒരു റിസൾട്ടും ഉണ്ടാകില്ല. അനിൽ കെ ആന്റണിക്കെതിരെ PC ജോർജ് ഉന്നയിച്ച വിമർശനങ്ങളോട് യോജിക്കുന്നില്ലെന്ന് അൽഫോൺസ് കണ്ണന്താനം. നമ്മുടെ കേന്ദ്ര നേതൃത്വം പാർലമെന്ററി ബോർഡാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതും നിശ്ചയിക്കുന്നതും. അപ്പോൾ അവരാര് നിശ്ചയിച്ചാലും അതിനെ അംഗീകരിക്കുക എന്നുള്ളത് ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ഉത്തരവാദിത്തമാണ്. കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ട് നല്ലവണ്ണം സഹകരിച്ചു പോകുന്നത് ക്രിസ്ത്യാനികൾക്ക് നല്ലതാണ്, വളരെ ആവശ്യമാണ്. അനിൽ കെ ആന്റണി പത്തനംതിട്ടയിൽ മികച്ച സ്ഥാനാർത്ഥിയാണെന്നും താൻ മത്സരിക്കുന്നില്ല എന്ന് നേതൃത്വത്തെ അറിയിച്ചിരുന്നുവെന്നും കണ്ണന്താനം വ്യക്തമാക്കി. ഡൽഹിയിൽ നിന്നും നിതിൻ അംബുജനോടൊപ്പം ശ്രീജിത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. ഇപ്പോൾ വരുന്ന ഒരു വാർത്ത. കക്കയത്ത് കാട്ടുപോത്തുണ്ടെന്ന് സംശയിക്കുന്ന സ്ഥലത്ത് തീയിട്ട് നാട്ടുകാർ. തോണിക്കടവിലാണ് തീയിട്ടത്. കഴിഞ്ഞ ദിവസം ഇവിടെ കാട്ടുപോത്ത് നീന്തിക്കയറിയിരുന്നു. സ്ഥലത്ത് ഫയർഫോഴ്സ് എത്തി. ദീപക് സർവണം ചേരുന്നു വിശദാംശങ്ങളുമായി. ദീപക്, പൊറുതിമുട്ടിയിട്ടാണെങ്കിലും ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അപകടം വരുത്തി വെക്കില്ലേ? തീർച്ചയായും അങ്ങനെ തന്നെ വേണം നമുക്ക് കരുതാൻ. പക്ഷേ ആ മേഖലയിൽ ജനങ്ങളില്ല എന്നുള്ളത് മാത്രമാണ് ഒരാശ്വാസം. അതായത് ഇത് പെരുവണ്ണാമുടി ജലസേചന പദ്ധതിയുടെ ഭാഗമായുള്ള പ്രദേശത്തെ ഒരു തുരുത്താണ്. ഇതിനെ ആർട്ട് ഐലൻഡ് എന്നാണ് വിളിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരു കാട്ടുപോത്ത് നീന്തി രക്ഷപ്പെട്ടത് ഈ തുരുത്തിലേക്കായിരുന്നു. അപ്പോൾ കാട്ടുപോത്തുകൾക്ക് ഒരു സുഖ കേന്ദ്രമാണ്, ഒരു സുരക്ഷിത കേന്ദ്രമാണ് ഇതെന്ന് എന്ന കണക്കുകൂട്ടലിലായിരിക്കാം ഇത്തരത്തിൽ ഒരു പ്രതിഷേധ തീ അവിടെ ആളിക്കത്തിയത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. വലിയ രീതിയിൽ തീ ഇങ്ങനെ പടർന്ന് ആളിക്കത്തുന്നത്. പക്ഷെ ഇതിന് ചുറ്റും പുഴയാണ്, പെരുവണ്ണാമുഴിയുടെ ഭാഗമായുള്ള പുഴയാണ്, ജലസേചന പദ്ധതിയുടെ ഭാഗമായുള്ള നീർച്ചാലുകൾ ഇങ്ങനെ ഒഴുകിക്കിടക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് എത്തിയിട്ടും ഫയർഫോഴ്സിന് അങ്ങോട്ടേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്നുള്ളതാണ് നമുക്ക് പ്രാദേശികമായും അവിടെ നിന്നും ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ കാട്ടുപോത്തിനെതിരെ കർഷകർക്കിടയിൽ ആ മേഖലയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ ഭീതിയിലാവുകയും അപകടങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. ഇത് തന്നെയാണ് അധികൃതർ നൽകുന്ന ഒരു മുന്നറിയിപ്പും. ജനങ്ങൾ അത്തരത്തിൽ പ്രകോപിതരാകരുത് എന്നുള്ളതാണ്. ഏതായാലും പോലീസിന്റെ വലിയ സേനാ വിഭാഗം അവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സ് പേരാമ്പ്രയിൽ നിന്നും എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരവുമാണ് ലഭിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ് ഈ ഐലൻഡ്, അതായത് ആർട്ട് ഐലൻഡ് എന്ന് വിളിക്കുന്ന തോണിക്കടവാണ്. ഇത് കക്കയത്ത് നിന്നും കുറച്ച് ഏറെ അകലെ ആണ് ഈ തോണിക്കടവ്. കക്കയത്താണ് ഈ കാട്ടുപോത്തിനെ വിരട്ടി ഓടിക്കാൻ വേണ്ടി നാട്ടുകാർ തീയിട്ടത്. അത് ഫയർഫോഴ്സിന് അങ്ങോട്ടേക്ക് എത്താൻ കഴിയാത്ത ഒരു തുരുത്തിലാണ് ഇപ്പോൾ തീ പടരുന്നത്. ദീപക് ദർപ്പണമാണ് വിവരങ്ങൾ പങ്കുവച്ചത്. കൽക്കട്ട ഹൈക്കോടതി ജഡ്ജി അഭിജിത് ഗാംഗുലി രാജിവെച്ചു. ഉടൻ BJP-യിൽ ചേരുമെന്ന് അഭിജിത് ഗാംഗുലി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തംലുക് മണ്ഡലത്തിൽ അഭിജിത് ഗാംഗുലി സ്ഥാനാർത്ഥിയായേക്കും. പശ്ചിമബംഗാളിൽ ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ മുൻ തൃണമൂൽ കോൺഗ്രസ് നേതാവ് ഷാജഹാൻ ഷേഖിനെതിരായ അന്വേഷണം CBIക്ക് കൈമാറി. കൽക്കട്ട ഹൈക്കോടതിയുടേതാണ് ഉത്തരവ്. മാവോയിസ്റ്റ് ബന്ധം ആരോപിച്ച് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ച ഡൽഹി യൂണിവേഴ്സിറ്റി പ്രൊഫസർ GN സായിബാബ കുറ്റവിമുക്തൻ. ബോംബെ ഹൈക്കോടതിയാണ് സായിബാബ അടക്കം 6 പ്രതികളെ കുറ്റവിമുക്തരാക്കിയത്. ലെബനനിലെ സായുധ സംഘടനയായ ഹിസ്ബുള്ളയുടെ ഷെല്ലാക്രമണത്തിൽ ഇസ്രയേലിൽ മലയാളി യുവാവിന് ദാരുണാന്ത്യം. കൊല്ലം വാടി സ്വദേശി പാറ്റ് നിബിൻ മാക്സ്വെല്ലാണ് കൊല്ലപ്പെട്ടത്. കോട്ടയം പാലാ പൂവരണിയിൽ 3 കുട്ടികളടക്കം ഒരു കുടുംബത്തിലെ 5 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തി. അകലക്കുന്ന് സ്വദേശി ജെയ്സൺ, ഭാര്യ മെറീന, മക്കളായ ജെറാൾഡ്, ജെറീന, ജെർൺ എന്നിവരാണ് മരിച്ചത്. ഇതോടെ പ്രൈം ടൈം ന്യൂസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.